വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ കണ്ണുകൾ കൊണ്ട് കണ്ട് ഈശോനെ ആരാധിച്ച് സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകനും മകളുമായി മാറുവാൻ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഈ വചനം ധ്യാനിച്ച് നമുക്കൊന്ന് കിടന്നുറങ്ങാം. നിന്റെ ദൈവമായ കർത്താവുമായ ദൈവവും നിന്റെ ദൈവവും പ്രൈസ് ദി ലോർഡ് നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. സ്നേഹം നിറഞ്ഞവരെ, ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? കണ്ണുകൾ അടച്ച് ഇരു കാര്യങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന, നമ്മുടെ വലത് കൈ പിടിച്ചിരിക്കുന്ന കർത്താവായ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നതായിട്ട് നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പലരും, പല വ്യക്തികളും, പല സാഹചര്യങ്ങളിലൂടെയും പലതും നമ്മളെ സഹായിക്കുന്നതായിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ള വലിയ പൂർണ്ണ ബോധ്യത്തിൽ നമ്മൾ ആയിരിക്കണം. ഈശോയുടെ ആ വലിയ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഗാനമാല വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വലത് കൈയിൽ ഈശോ പിടിച്ചിരിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ഗാനമാല വെച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, വചനത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ട വചനത്തിൽ ഈശോ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ നിന്നെ സഹായിക്കാം. അത് സാധാരണഗതിയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ കേൾക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിലൂടെയാണ്, കൂട്ടുകാർ, അടുത്ത ബന്ധുക്കൾ ഒക്കെ അല്ലേ. അപ്പോൾ അവരൊക്കെ നമ്മളോട് പലപ്പോഴും പറയും, ഞാൻ നിന്നെ സഹായിക്കാം കേട്ടോ. അപ്പം അതുപോലെ ഈശോ നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പം ഈശോയുമായിട്ടുള്ള വലിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈശോ നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കും അത് ആഗ്രഹിക്കാം. നമ്മളെ ഹെൽപ്പ് ചെയ്യുവാൻ,
നമ്മുടെ കൂടെയുള്ള ഈശോയുടെ കൂടെ എപ്പോഴും നമുക്ക് നടക്കാൻ സാധിക്കട്ടെ. ഈശോ നമ്മളോട് പറയുകയാണ്, വലിയ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ